കൂട്ടക്കൊലപാതകത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ്. അന്വേഷണ സംഘം നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അതേസമയം കൊല്ലപ്പെട്ട രാംനാരായണന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം 11 മണിക്കുള്ള വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോകും. സർക്കാർ ചെലവിലാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. ഇക്ബാൽ അറക്കിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഇക്ബാൽ, പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ ഈ ആക്രമണത്തിന് പിന്നിൽ എന്തായിരുന്നു എന്നുള്ള കാരണം തേടുകയാണ് അന്വേഷണ സംഘം. ഒപ്പം മൃതദേഹം തിരിച്ച് നാട്ടിലേക്ക് എത്തുകയാണ്. സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള അപേക്ഷ നാളെ തന്നെ കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റ് പ്രതികളെ കുറിച്ചും അതുപോലെ തന്നെ എന്തിനാണ് രാംനാരായണനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഈ 10 അംഗ SID സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നാളെ തന്നെ ഈ 5 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള അപേക്ഷ SID സംഘം കോടതിയിൽ സമർപ്പിക്കും. പ്രതികൾ ക്രൂരമായാണ് രാംനാരായണനെ ആക്രമിച്ചതെന്ന് ഇന്നലെ പുറത്തു വന്നിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഏതായാലും മറ്റു പ്രതികളെ കൂടി കണ്ടെത്താനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ SID സംഘം കടക്കുന്നത്. ഇവരിൽ ഏതാനും പ്രതികൾ കസ്റ്റഡിയിൽ ആയിട്ടുണ്ട് എന്ന രീതിയിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇവരെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും രീതിയിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ ഉടൻ തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് SID സംഘം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതാനും ചില പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരവും SID സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടുകൂടി തമിഴ്നാട്ടിൽ വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ഈ SID സംഘം നടത്തുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് കൊല്ലപ്പെട്ട രാംനാരായണന്റെ മൃതദേഹം സർക്കാർ രാംനാരായണൻ നാടായ ഛത്തീസ്ഗഡിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളും നടത്തുന്നത്. മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. 11 മണിക്കുള്ള വിമാനത്തിലായിരിക്കും രാംനാരായണന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുക. 7 കുടുംബാംഗങ്ങൾക്കൊപ്പം വിമാനമാർഗം മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ളത് ഇന്നലെ തന്നെ സർക്കാർ അറിയിച്ചിരുന്നു. ഛത്തീസ്ഗഡ് എയർപോർട്ടിലേക്ക് എത്തിച്ചതിനു ശേഷം അവിടെ നിന്ന് പിന്നീട് രാംനാരായണന്റെ ഗ്രാമത്തിലേക്ക് പ്രത്യേക ആംബുലൻസിലായിരിക്കും മൃതദേഹം എത്തിക്കുക. അതിനുള്ള ചെലവുകളും സർക്കാർ തന്നെ വഹിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് കടുത്ത നടപടികൾ വേണം എന്നുള്ളതാണ് ഈ കുടുംബം, രാംനാരായണന്റെ കുടുംബം ഇന്നലെയും ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണം, ഇവർക്കെതിരെ കടുത്ത വകുപ്പുകൾ തന്നെ ചുമത്തണം, SC/ST വകുപ്പുകൾ ഉൾപ്പെടെ ഈ പ്രതികൾക്കെതിരെ ചുമത്തണം എന്നുള്ളതാണ് രാംനാരായണന്റെ കുടുംബത്തിന്റെ ആവശ്യം. ഏതായാലും ഈ ആവശ്യം രാംനാരായണനുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകൾ പരിശോധിച്ചതിന് ശേഷം FIR ഉൾപ്പെടെ ചില പുതുക്കലുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇന്നലെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയും വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കൂടുതൽ പ്രതികളെ കണ്ടെത്തുക, അതിനോടൊപ്പം തന്നെ കസ്റ്റഡിയിലായിട്ടുള്ള ചില പ്രതികളെ ചോദ്യം ചെയ്ത് അവർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെങ്കിൽ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന നീക്കമായിരിക്കും ഇന്ന് പോലീസിന്റെ ഭാഗത്തുണ്ടാവുക. അതിനോടൊപ്പം തന്നെ നാളെ പോലീസ് ഈ പിടിയിലായിട്ടുള്ള 5 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള അപേക്ഷയും കോടതിയിൽ സമർപ്പിക്കും. ശരി, ഇക്ബാൽ അറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന പ്രതികൾക്കായുള്ള അന്വേഷണവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്.